ഹായ്, താങ്ക്സ് ഫോർ റീച്ചിങ് ഔട്ട് ടു ജാസ് ക്ലാസ് റൂംസ്. നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ ബെറ്റർ ജോബിന് വേണ്ടിയോ പ്രൊമോഷന് വേണ്ടിയോ ഫ്രഞ്ച് പഠിക്കുന്നതാവാം. മെജോറിറ്റി ഓഫ് ലീഡ്സും രണ്ടാമത്തെ ആവശ്യമാണ്, അതായത് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി FLP എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ഡ്രോയിൽ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയാണ്. ഫ്രഞ്ച് ഡ്രോയിൽ ക്വാളിഫൈഡ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് CLB7 എന്ന് പറയുന്ന സ്കോറാണ് വേണ്ടത്. TEF അല്ലെങ്കിൽ TCF എക്സാമിന് CLB7. അത് മനസ്സിലാകാൻ വേണ്ടി പറയാം, IELTS-ന് 6 ബാൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്കോറാണ്. റീഡിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് നാലിനും 6 ബാൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്കോറാണ് CLB7. ഈ CLB7 അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ലെവലായിട്ടാണ് പഠിപ്പിക്കുന്നത്. A1, A2, B1, B2. അതിൽ B2 ലെവൽ ഓഫ് പ്രൊഫഷ്യൻസി ആണ് വേണ്ടത്. അതായത് A1 കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കോഴ്സാണ്. അത് നിങ്ങൾ A1-ൽ തുടങ്ങും. A1-ൽ തുടങ്ങി ഒരു 1.5 to 2 months നിങ്ങൾ ബേസിക് ഗ്രാമർ കവർ ചെയ്യും. അടുത്ത ലെവലായിട്ടുള്ള A2 അനദർ 2.5 months ആണ്. അവിടെ നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഉള്ള ഗ്രാമർ ടെൻസസ് പഠിക്കും. B1-ഓടുകൂടി ഏകദേശം ടെൻസസ് കംപ്ലീറ്റ് ആവും. B2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി TEF അല്ലെങ്കിൽ TCF-ന്റെ പ്രിപ്പറേഷൻ ആണ്. ഇങ്ങനെ 1.5 to 2 months A1, another 2.5 months A2, another 3 months B1, ഇനി ഒരു 3 months B2. ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇതിൽ ഷോർട്ട് കട്ട് ഒന്നുമില്ല. ആരെങ്കിലും ഷോർട്ട് കട്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്കാം ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 4 ഡിഫറെന്റ് ലെവൽസ്. ഈ 4 ഡിഫറെന്റ് ലെവലും 4 ഡിഫറെന്റ് കോഴ്സായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ 4 ലെവലും പഠിക്കുകയാണെങ്കിൽ B2 ലെവൽ ഓഫ് പ്രൊഫഷൻസ് നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് IELTS പോലെ തന്നെ TEF TCF ഡേറ്റ് ബുക്ക് ചെയ്യാം. അതിൽ കോംപ്ലക്സ് സെന്റൻസ് ലെവൽ ഓഫ് എത്തുമ്പോഴാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. നോർമലി ചില സ്റ്റുഡൻസ് ഒക്കെ B1 കഴിയുമ്പോൾ ബുക്ക് ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് B2 ലെവൽ ഓഫ് പ്രൊഫഷൻസി എത്തുമ്പോൾ TEF അല്ലെങ്കിൽ TCF ഡേറ്റ് എടുക്കുക. നിങ്ങൾ CLB7 എന്ന് പറയുന്ന സ്കോർ അറ്റൈൻ ചെയ്യുക. ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസിൽ ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ്. ഈ റിഗാർഡിംഗ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് അഗെയിൻ നമുക്കൊരു ഇന്റർനാഷണലി 30+ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, ഇൻക്ലൂഡിംഗ് ഫ്രഞ്ച് നേറ്റീവ്സ്, അമേരിക്കൻ ഫ്രഞ്ച്, കനേഡിയൻ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈവൻ മലയാളികളും ഇന്ത്യൻസും ആണെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നേറ്റീവ് ആക്സെന്റിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആണ് വേണ്ടത്. അങ്ങനെയുള്ള സ്റ്റാഫിനെ മാത്രമാണ് നമുക്ക് അവൈലബിൾ. സോ ഹൈലി ക്വാളിഫൈഡ് സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആണ് നമുക്കുള്ളത്. ഇത് കൂടാതെ മൺഡേ ടു ഫ്രൈഡേ ബാച്ച് ക്ലാസ്സസ് ഉണ്ട്. നമുക്കൊരു 5 സെറ്റപ്പിലാണ് ക്ലാസ്സസ് റൺ ചെയ്യുന്നത്. റെഗുലർ ബാച്ചസ് എന്ന് പറയുന്നത് ഒണ്ടാരിയോ ടൈമിംഗിലാണ് നമ്മുടെ ക്ലാസ്സസ് റൺ ആവുന്നത്. മോർണിംഗ് 7 AM ബാച്ച് ഉണ്ട്. ഈവനിംഗ് ടൈം 8:30 PM ഒരു ബാച്ച് ഉണ്ട്. ആൻഡ് 10 PM ഒരു ബാച്ച് ഉണ്ട്. നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ച് ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതിയാവും. സോ ഈ 3 ബാച്ചസിന് പുറമെ ഈ 3 ബാച്ച് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കസ്റ്റമൈസ്ഡ് ബാച്ച് ആണ്. നിങ്ങൾ മിനിമം ഒരു 5 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ 3 ബാച്ച് ടൈമിങ്ങിന് പുറത്തൊരു ടൈമിംഗിൽ നിങ്ങൾക്ക് ഒരു ബാച്ച് ടൈമിംഗ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഈ 2 ബാച്ചും പറ്റുന്നില്ല, കസ്റ്റമൈസ്ഡ് റെഗുലർ ബാച്ചസും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസിന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലാസ് കിട്ടും. ആൻഡ് അഗെയിൻ നാലാമത്തെ ഓപ്ഷൻ വീക്കെൻഡ് ബാച്ചസ് ഉണ്ട്. റെഗുലർ ടൈമിങ്ങിലൊന്നും ബാച്ചസ് പറ്റുന്നില്ല. വീക്ക് ഡേയ്സിൽ വർക്ക് ഷെഡ്യൂൾ ഉള്ളവർക്കാണെങ്കിൽ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ 2 hours വെച്ചിട്ട് മൺഡേ ടു ഫ്രൈഡേ 1 hour ക്ലാസ് ആണെന്നുള്ളത് 5 മണിക്കൂർ ആഴ്ചയിൽ 5 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് സാറ്റർഡേ സൺഡേ 2 hours ഈച്ച് വെച്ച് നമ്മൾ കവർ ചെയ്യും. ആൻഡ് അഗെയിൻ സൈമിൾട്ടേനിയസ് ബാച്ച് 5ാമത്തെ സെറ്റപ്പ് ആണ്. സൈമിൾട്ടേനിയസ് ബാച്ചസ് എന്നുള്ളത് സൈമിൾട്ടേനിയസ് എന്ന് പറയുന്നത് മോർണിംഗ് ആൻഡ് ഈവനിംഗ് സെയിം ക്ലാസ്സസ് ആയിരിക്കും. സെയിം ക്ലാസ്സസ് റൺ ബൈ സെയിം സ്റ്റാഫ്. മോർണിംഗ് ക്ലാസ് മിസ്സാകുവാണെങ്കിൽ അതിന്റെ ക്ലാസ്സസ് ഈവനിംഗ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് മിസ്സാകുന്ന ക്ലാസ്സസ് എവറി ക്ലാസിന്റെ റെക്കോർഡിംഗ് നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. ഡെമോ ക്ലാസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെമോ ക്ലാസ്സസും പല കോഴ്സിന്റെയും ഫ്രീ വീഡിയോസും അവൈലബിൾ ആണ്. ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആപ്പിൽ എങ്ങനെ ഡെമോ ക്ലാസ് കാണാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടെ അയക്കുന്നുണ്ടാവും. ഇനി ഫീസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് സ്ക്രീനിൽ തൊട്ട് താഴെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. നിങ്ങളുടെ കൺവീനിയന്റ് ടൈം അതിൽ ഫില്ല് ചെയ്തിട്ട് സ്റ്റുഡന്റ് കോർഡിനേറ്ററോട് ഒരു കോൾ സ്കെഡ്യൂൾ ചെയ്യാം. അതിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്രഞ്ച് ജേർണി.